അമേരിക്കൻ ദേശീയ വിനോദമായ സൂപ്പർ ബോളിന്റെ കാഴ്ചകളുമായി MCN ടെലിവിഷന്റെ ഈ ആഴ്ചയിലെ വാർത്താ അപഗ്രഥന പരിപാടി ആരംഭിക്കുകയാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സജീവ് ജോർജ്. ഈ ആഴ്ചയിലെ ഹൈലൈറ്റ്സ്: അരങ്ങതകർത്ത സൂപ്പർ ബോൾ, കാണികൾക്ക് ആവേശമായി ഹാഫ് ടൈമിൽ ബിയോൺസിന്റെ ത്രസിപ്പിക്കുന്ന പ്രകടനം, വ്യത്യസ്തവും സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതുമായ സൂപ്പർ ബോൾ പരസ്യങ്ങൾ, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുമെന്ന് ഒബാമ സർക്കാർ, ഹിലരി വിശ്രമ ജീവിതത്തിലേക്ക്, OCA കാർഡിന് ഏറെ കടമകൾ. കാഴ്ച ഈ ആഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വാർത്തകളിലേക്ക്. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള നിലവിലെ ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് ഒബാമ സർക്കാർ. ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിച്ചുള്ള പ്രവർത്തനവും കൂടുതൽ ശക്തമാക്കാൻ ഒബാമയുടെ രണ്ടാം ഘട്ട പ്രസിഡൻസി ശ്രമിക്കുമെന്ന് വൈറ്റ് ഹൌസ് പ്രതിനിധി ജെ കാർണി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒബാമയ്ക്ക് അമേരിക്കയിലെ ഇന്ത്യക്കാരുടെ ശക്തമായ സഹകരണം നവംബറിലെ പ്രസിഡന്റ് ഇലക്ഷനിൽ കാണാൻ കഴിഞ്ഞിരുന്നു. ഒബാമ അധികാരത്തിലെത്തിയ ശേഷമാണ് ആദ്യമായി നിരവധി ഇന്ത്യക്കാർ ഒരേ സമയം വൈറ്റ് ഹൌസിൽ ഉന്നത പദവികളിൽ നിയമിക്കപ്പെട്ടത്. അമേരിക്കയുടെ 67ാമത് സ്റ്റേറ്റ് സെക്രട്ടറി പദം അലങ്കരിച്ച് വിജയകരമായി 4 വർഷം പൂർത്തിയാക്കിയ ശേഷം ഹിലരി ക്ലിന്റൺ ഔദ്യോഗികമായി തന്റെ സ്റ്റേറ്റ് സെക്രട്ടറി പദം രാജിവെച്ചു. 68ാമത് സ്റ്റേറ്റ് സെക്രട്ടറിയായി ജോൺ കെറി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 3 ദശാബ്ദകാലത്തെ പൊതുജീവിതത്തിൽ ഏറെ നേട്ടങ്ങൾ കൊയ്ത ശേഷം ഹിലരി ഇനി വിശ്രമത്തിനായി ഒരുങ്ങുന്നു. ഇത് രാഷ്ട്രീയത്തിൽ നിന്നുള്ള പടിയിറങ്ങലോ അതോ താൽക്കാലിക വിശ്രമമോ എന്ന ചോദ്യത്തിന് ഹിലരിക്ക് കൃത്യമായ മറുപടിയില്ല. അതുകൊണ്ട് തന്നെ ഈ വിശ്രമം 2016 പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിനുള്ള തിരിച്ചുവരവിനായി മാത്രമുള്ള താൽക്കാലിക വിശ്രമമെന്ന് കരുതുന്നതിലും തെറ്റുണ്ടാവില്ല. 65-കാരിയായ ഹിലരി ക്ലിന്റൺ തന്റെ 4 വർഷത്തെ US സ്റ്റേറ്റ് സെക്രട്ടറി സേവനം കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. 4 വർഷത്തിനുള്ളിൽ 112 രാജ്യങ്ങൾ സന്ദർശിക്കാനും മറ്റു രാജ്യങ്ങളുമായി അമേരിക്കയുടെ ബന്ധം കൂടുതൽ ഉറപ്പിക്കാനും ഹിലരിക്ക് സാധിച്ചുവെന്നത് വസ്തുതയാണ്. അമേരിക്കയുടെ 68ാമത് സ്റ്റേറ്റ് സെക്രട്ടറിയായി ജോൺ കെറി സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. ഹിലരി ക്ലിന്റൺ രാജിവെച്ച സ്ഥാനത്തേക്കാണ് 30 വർഷത്തിലേറെ US സെനറ്ററായിരുന്ന ജോൺ കെറിയെ പ്രസിഡന്റ് ഒബാമ നോമിനേറ്റ് ചെയ്തത്. 1985 മുതൽ ജോൺ കെറി മാസച്യൂസെറ്റ്സ് സംസ്ഥാനത്തെ സെനറ്ററായിരുന്നു. സെനറ്റ് ഫോറിൻ റിലേഷൻ കമ്മിറ്റി ചെയർമാനുമായിരുന്നു. 2004 അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചെങ്കിലും ജോർജ് ബുഷിനോട് പരാജയപ്പെട്ടു. Here's the big question before the country and the world and the State Department after the last 8 years. Can a man actually run the State Department? I don't know. As the saying goes, I have big heels to fill. I want to begin by thanking my predecessor, Secretary Clinton, and I want to thank her entire team. They tirelessly advocated the values of our country and pushed for the accomplishment of any number of things to advance the interests of our nation. I know from my conversations with Hillary how passionate she was about this undertaking and how much confidence and gratitude she had for the work that every single one of you do. And I just want to join with all of you today in saying to her, job well done, the nation is grateful, the world is grateful. Thank you, Hillary Clinton, and thank you, her team. Thank you. അമേരിക്കക്കാരുടെ ഇഷ്ട കായിക വിനോദമായ അമേരിക്കൻ ഫുട്ബോളിന്റെ അവസാന വാക്കായ സൂപ്പർ ബോളിന്റെ 47ാമത് മത്സരം ന്യൂയോർലിയൻസിന്റെ സൂപ്പർ ഡോമിൽ അരങ്ങതകർത്തു. സാൻ ഫ്രാൻസിസ്കോയെ തോൽപ്പിച്ച് ബാൽട്ടിമോർ റേവൻസ് വിഖ്യാതമായ വിൻസ് ലൊംബാർഡി ട്രോഫി കരസ്ഥമാക്കി. ദേശീയ ചാമ്പ്യന്മാരും അമേരിക്കയിലെ ഫുട്ബോൾ കോൺഫറൻസ് ചാമ്പ്യന്മാരും തമ്മിലാണ് എല്ലാ വർഷവും നാഷണൽ ഫുട്ബോൾ ലീഗ് ചാമ്പ്യൻഷിപ്പ് ഗെയിം നടത്തുന്നത്. ഒരു ദേശീയ ഉത്സവത്തിന്റെ വർണ്ണപ്പകിട്ടോടെയാണ് മില്യൺ കണക്കിന് ഡോളർ ചെലവ് ചെയ്ത് ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. 100 മില്യണിലധികം പേരാണ് ടിവിയിലൂടെ ഈ മത്സരം കണ്ടത്. മലയാളികൾക്ക് പൊതുവെ പരിചിതമല്ലെങ്കിലും ഹാഫ് ടൈമിലെ ത്രസിപ്പിക്കുന്ന ഡാൻസുകളും ഏറ്റവും പുതിയതും വ്യത്യസ്തത പുലർത്തുന്നതുമായ പരസ്യങ്ങളും കാണുന്നതിന് ടിവിയുടെ മുന്നിൽ എല്ലാവരും എത്താറുണ്ട്. 30 സെക്കൻഡിന്റെ ഒരു പരസ്യത്തിന് $4 മില്യൺ വരെയാണ് റേറ്റ് എന്ന് കേൾക്കുമ്പോഴാണ് സമയത്തിന്റെ വിലയെന്തെന്ന് പലരും ചിന്തിക്കുന്നത്. സ്റ്റേഡിയത്തിലെ ഒരു സീറ്റിന് $250 മുതൽ $3000 വരെയാണ് റേറ്റ്. 48ാമത് മത്സരം ഇനി ന്യൂജേഴ്സിയിലാണ് നടക്കാൻ പോകുന്നത്. മെഡോലാൻഡ്സിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ 2014 ഫെബ്രുവരി 2-നാണ് മത്സരം. സൂപ്പർ ബോളിന്റെ ഹാഫ് ടൈമിൽ അരങ്ങേറിയ ബിയോൺസിന്റെയും സംഘത്തിന്റെയും നൃത്തരംഗങ്ങൾ ലോകമെമ്പാടുമുള്ള ആരാധകരെ കോരിത്തെരിപ്പിച്ചതായാണ് റിപ്പോർട്ട്. അതിഗംഭീരമായ സ്റ്റേജ് സെറ്റിംഗ്,
കൂറ്റൻ പ്രൊജക്ടർ സ്ക്രീൻ, ചുവന്ന ലേസർ ലൈറ്റ്, മാസ്മരികത വിതറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആനിമേഷനുകൾ, വ്യത്യസ്തമായ കൊറിയോഗ്രാഫി, ത്രസിപ്പിക്കുന്ന വേഷവിന്യാസങ്ങൾ എന്നിവ കൂടിയായപ്പോൾ ആരാധക വൃന്ദം ആനന്ദ നിർവൃതിയിൽ ആറാടി. ലൈവ് ബാൻഡിലുള്ള എല്ലാവരും തന്നെ വനിതകളും ആയിരുന്നു. Superdome. 1, 2, 3, 4. Let's get it. So crazy right now. Most incredibly. It's your girl. Yes, history in the. So crazy right now. I look at that so deep in your eyes. I touch on you more and more every time. When you leave, I'm begging you not to go. Call your name 2, 3 times in a row. Such a funny thing for me to try to explain. I'm feeling in my pride and I wanna blame. I still don't. സൂപ്പർ ബോൾ മത്സരത്തിനിടയിൽ ടിവിയിൽ വരുന്ന പരസ്യങ്ങൾ എല്ലാം തന്നെ പുതുമയുള്ളതാണ്. $4 മില്യൺ 30 സെക്കൻഡ് മാത്രം പരസ്യം എയർ ചെയ്യുന്നതിനുള്ള ചാർജ്. സെക്സിന്റെ അതിപ്രസരമുള്ളതും വിചിത്രവും തമാശ നിറഞ്ഞതുമായ അത്തരം ചില പരസ്യങ്ങൾ കാണുക. You missed the spot.